أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് നല്ലവരും സൂക്ഷ്മതയുള്ളവരുമായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഉപദേശത്തോട് നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണാനന്തര ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമുച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന ആദർശം. ഇസ്ലാം എന്ന ആദർശം ലോകത്തിന് പഠിപ്പിക്കുവാനായി
അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രദേശത്തേക്കും ആ പ്രദേശവാസികളുടെ ഭാഷ സംസാരിക്കുന്ന നബിമാരെ പറഞ്ഞയക്കുകയും ഈ ആദർശം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആദർശം ലോകത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വന്ന പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം എന്ന ആദർശത്തെ പരിപൂർണമായി മാനവരാശിക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ അനുഗ്രഹങ്ങളൊന്നും പരിപൂർണമാണ് എന്ന് അവകാശപ്പെടുവാൻ, ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം പരിപൂർണമായ അർത്ഥത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ നമുക്കാർക്കും സാധ്യമല്ല. സൗന്ദര്യം അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് എങ്കിൽ ആ സൗന്ദര്യം പരിപൂർണമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുവാൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ സമ്പത്തിന്റെ വിഷയവും സന്താനങ്ങളുടെ വിഷയവും ഭൗതിക സുഖ സൗകര്യങ്ങളുടെ വിഷയവും എടുത്ത് പരിശോധിച്ചാൽ ഈ അനുഗ്രഹങ്ങളിലെല്ലാം തന്നെ മനുഷ്യർ ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളായി പിറന്നു വീണവർ തമ്മിൽ വ്യത്യാസമുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി യാതൊരുവിധ ഏറ്റക്കുറച്ചിലുമില്ലാതെ നൽകിയ ഒരു അനുഗ്രഹമേത് എന്ന് പരിശോധിച്ചാൽ ഇസ്ലാം എന്ന ആദർശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു, ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അലൈക്കും, നിങ്ങൾക്ക്. നിഅമതി, എന്റെ അനുഗ്രഹം. ഇസ്ലാമാകുന്ന അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും, നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന ആദർശത്തെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ പരിപൂർണമായ അർത്ഥത്തിൽ ലഭിച്ച ഒരു അനുഗ്രഹമുണ്ട് എങ്കിൽ അത് ഇസ്ലാം എന്ന ആദർശം മാത്രമാണ്. ആ ഇസ്ലാം എന്ന ആദർശത്തെ പരിപൂർണമായ അർത്ഥത്തിൽ ആർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവോ അവർക്ക് മാത്രമാണ് നാളെ മരണാനന്തരം വിജയം പ്രാപിക്കുവാൻ സാധിക്കുക എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയുടെ ആദർശം അതേ രൂപത്തിൽ, ആ നബിയുടെ ശരീഅത്ത് അതേ രൂപത്തിൽ, ആ നബി പഠിപ്പിച്ചു തന്ന ചര്യകളും മാർഗവും അതേ രൂപത്തിൽ
പരിപൂർണമായ അർത്ഥത്തിൽ പിൻപറ്റുകയും ചെയ്യേണ്ടത് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുവാൻ അനിവാര്യമായ ഘടകമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ കൃത്യമായ സത്യത്തിന്റെ ഒരു മാർഗം ഹിദായത്ത് വെളിവാക്കപ്പെട്ടതിന് ശേഷം ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന മാർഗം ഇതാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും അതിനോട് കുതർക്കം കാണിച്ചുകൊണ്ട് മത്സരിച്ചു നിന്നാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിലെടുത്ത തീരുമാനം ഇന്നതാണ് എന്നറിഞ്ഞിട്ടും കുതർക്കം കാണിച്ചു നിന്നാൽ, അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ ഗുണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഇന്ന നിലപാടാണ് എടുത്തത് എന്ന് അറിഞ്ഞിട്ടും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം എനിക്ക് ആവശ്യമില്ല, സത്യവിശ്വാസികളുടെ മാർഗം എനിക്ക് ആവശ്യമില്ല, എനിക്ക് താല്പര്യം തർക്കിച്ചു നിൽക്കുവാനാണ്, എനിക്ക് താല്പര്യം പ്രമാണമല്ല തർക്കമാണ് എന്ന് കണ്ട് ആരെങ്കിലും തർക്കിച്ചു നിന്നാൽ അവൻ ഏതൊരു തീരുമാനമെടുത്തുവോ ആ തീരുമാനത്തിലേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, വഴിയെ നാം അവനെ നരകത്തിൽ കടത്തിയെരിയിക്കും. വസഅതു മസീറ, അത് വളരെ മോശമായ മടക്ക സ്ഥലമാണ്. അപ്പൊ ഇസ്ലാം എന്ന ആദർശത്തെ പഠിപ്പിക്കുവാൻ ലോകത്തിലേക്ക് അള്ളാഹു അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എങ്കിൽ ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അർത്ഥം ഇന്ന് ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും, ആ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരു ആദർശത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ആളുകൾ എഴുതിയുണ്ടാക്കി വർഷാവർഷം നിയമങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശമല്ല അവന് വേണ്ടത്. അതല്ലെങ്കിൽ കൈക്രിയകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു ആദർശവുമല്ല അവന് വേണ്ടത്. അവന്റെ മനസ്സും മനഃശാസ്ത്രവും അറിയുന്ന, അവന്റെ ശരീരവും ശരീരശാസ്ത്രവും അറിയുന്ന, അവന്റെ ഭാവിയും വർത്തമാനവും ഭൂതവും അറിയുന്ന, അവൻ എപ്പോൾ മരിക്കും, ഏത് നാട്ടിൽ വെച്ച് മരിക്കും എന്നൊക്കെ കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനതകളൊന്നുമില്ലാതെ ഏതൊരു കാലഘട്ടത്തിനും ഇണങ്ങുന്ന രൂപത്തിൽ, ഏതു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യനും പിൻപറ്റാൻ പറ്റുന്ന രൂപത്തിൽ പൂർത്തീകരിച്ചു തന്ന വിശുദ്ധ ഖുർആനിനെയും ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെയുമായിരിക്കണം അവൻ പിൻപറ്റേണ്ടത്. മരണാനന്തരം അവന് സ്വർഗം ലഭിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ നബിമാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സുദ്ദീഖീങ്ങളുടെയും കൂട്ടത്തിൽ സ്വർഗലോകത്തിരിക്കണം, പ്രവേശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൻ ഖുർആനും സുന്നത്തും പിൻപറ്റേണ്ടതുണ്ട്. അവന്റെ യോഗ്യത എന്താ? അവൻ മനുഷ്യനാണ് എന്നതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്താ മനുഷ്യരായ നമ്മുടെ ലക്ഷ്യം? ദുനിയാവിലേക്ക് മനുഷ്യൻ എന്ന നാമം നൽകിക്കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കുവാനും, കാതുകൊണ്ട് കേട്ടു മനസ്സിലാക്കുവാനും, നാവുകൊണ്ട് സംസാരിച്ചു മനസ്സിലാക്കുവാനും, ഹൃദയം കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും
അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്നത്. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ ആര് എന്ന് പരിശോധിച്ചാൽ മുസ്ലിമായ ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ പിറക്കുവാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാരണം ജനിച്ച അന്നു മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തു കലിമ കേട്ടുകൊണ്ട് വളർന്നു വരാനുള്ള സൗഭാഗ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരുമിച്ച് ചേർക്കുവാനുള്ള ഒരാദർശമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കച്ചിത്വത്തിലേക്കോ ഏതെങ്കിലും ഒരു വിഭാഗീയതയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ ഒരു ചിന്തയിലേക്കോ അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തുള്ള മനുഷ്യരെ ക്ഷണിക്കുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിലേക്ക്, പിതാവിന്റെ മുതുകലിൽ നിന്ന് സഞ്ചരിച്ച് മാതാവിന്റെ ഗർഭാശയത്തിലെത്തി പിന്നീട് അവിടെ മുതൽ ആരംഭിച്ച നമ്മുടെ ജീവിതം, ആ ജീവിതത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് ആര് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വചനത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നത്. ഇന്ന് മനുഷ്യ സമൂഹം വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ, മഹാ അത്ഭുതങ്ങൾ കാണിച്ചവരോ അല്ലാത്തവരോ ആയ മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, കല്ലുകളാകട്ടെ, വള്ളികളാകട്ടെ, മുള്ളുകളാകട്ടെ, ഇന്ന് മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വേദനകളും വേവലാതികളും എല്ലാം പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന, ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഇന്ന് വിളിച്ചു തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ആരെങ്കിലും അതിന്റെ പിന്നിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നു. ലാ ഇലാഹ എന്നത് നിഷേധമാണ്, നഫിയാണ്. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്താണ്, സ്ഥിരപ്പെടുത്തുന്നു, സ്ഥാപിക്കുന്നു. ഇന്ന് ലോകത്തുള്ള മനുഷ്യനെടുത്ത് പരിശോധിച്ചോ, ഒരുപാട് ആളുകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യൻ യഥാർത്ഥ ആദർശമായി ഇസ്ലാമിനെ മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലാ ഇലാഹ എന്ന ആദ്യ ഭാഗം അവൻ ഉച്ചരിക്കുകയാണ്. അവൻ ഉച്ചരിക്കുന്ന സമയത്ത് അത് ഉച്ചരിക്കുന്നതിന് മുൻപ് വരെ അവൻ വിളിച്ചു തേടിക്കൊണ്ടിരുന്ന സകല ആരാധ്യന്മാരെയും അവൻ നിഷേധിക്കുകയാണ്. ആരാധ്യന്മാരേ ഇല്ല. അവൻ മലക്കുകളെ വിളിച്ചവനാകട്ടെ, അമ്പിയാക്കന്മാരെ വിളിച്ചവനാകട്ടെ, മരണപ്പെട്ടുപോയ മഹാന്മാരെ വിളിച്ചവനാകട്ടെ, അതല്ലെങ്കിൽ കല്ലിനെയോ മുള്ളിനെയോ മൃഗത്തെയോ അങ്ങനെ ഏതിനെയും വിളിച്ചവനാകട്ടെ, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഏതിനെയും വിളിച്ചവനാകട്ടെ, ലാ ഇലാഹ, ഷഹാദത്ത് കലിമയുടെ ആദ്യ ഭാഗം അത് ഉച്ചരിക്കുന്നതോടുകൂടി അവന്റെ മനസ്സ് ശുദ്ധമാകുന്നു. അവൻ എല്ലാ ആരാധ്യ വസ്തുക്കളെയും നിഷേധിച്ചു. പിന്നെ അവന്റെ മനസ്സ് ക്ലീനാണ്. അവിടെ അവൻ സ്ഥാപിക്കുകയാണ്, ഒരാരാധ്യനുണ്ട്. അതാരാ? ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ. അപ്പൊ ഈ ദുനിയാവിൽ മനുഷ്യന്മാരുടെ ആരാധനകളെല്ലാം സമർപ്പിക്കപ്പെടേണ്ട ഒരു ശക്തിയുണ്ട്. അതാരാ? അത് അല്ലാഹുവാണ്. അല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമയ്ക്ക് ഉന്നതമായ
ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നു. ആ ഫളായിലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മരണാനന്തരം സ്വർഗത്തിലെത്തിപ്പെടാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിലെ 104-ാമത്തെ വചനം. ആ 104-ാമത്തെ വചനത്തിന് മുൻപ്, ഈ സംസാരത്തിന് മുൻപ് നമ്മൾ അതിന്റെ ആയത്ത് കേട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ വച്ചു മരിച്ചാലും ശരി, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാ മുസ്ലിമായി മരിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നലെ മരിച്ച മനുഷ്യന്റെ ഫോട്ടോയും അഡ്രസ്സും ഇന്ന് പത്രത്തിൽ വന്നു. മുസ്ലിമിന്റെ പേരാണ്, പിതാവിന്റെ പേര് മുസ്ലിമാണ്, മാതാവിന്റെ പേര് മുസ്ലിമിന്റേതാണ്, അതേപോലെ സഹോദരങ്ങളുടെ പേര് മുസ്ലിമിന്റേതാണ്. ഇതാണോ അള്ളാഹു ഉദ്ദേശിച്ചത്? അല്ല, ഇതല്ല ഉദ്ദേശിച്ചത്. ഒരു വാഹനത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു മരിച്ചാലും, ഐസിയുവിന്റെ ഉള്ളിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോഴാണെങ്കിലും, എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ മലക്കുൽ മൗത്ത് കടന്നു വന്ന് നമ്മെ പിടികൂടുമ്പോഴാണെങ്കിലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അതിനുശേഷമുള്ള ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. ആ വാവ് തൊട്ടു മുന്നിലുള്ള യാ അയ്യുഹല്ലദീന ആമനുവിലേക്ക് ചേർക്കുകയാണ്. വഅതസിമു, സത്യവിശ്വാസികളെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. ബിഹബിലില്ലാഹ്, അള്ളാഹുവിന്റെ പാശത്തെ. എന്താ ഹബിലുല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ മുറുകെ പിടിക്കണം. ജമീഅ, എല്ലാവരും ഒരുമിച്ച്. വലാ തഫറഖു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിന്നിച്ചെതറി പോകരുത്. നിങ്ങൾ കക്ഷികളായി പോകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ ചേർത്തു പിടിച്ച് നിങ്ങൾ ഒരേ ഒരു കക്ഷിയായിക്കൊണ്ട് നിങ്ങൾ നിലനിൽക്കണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ സദാ ഓർക്കുകയും ചെയ്യണം. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. അതാണ് അനുഗ്രഹം. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഈ ആദർശത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടുവന്നവരായിരുന്നു നിങ്ങൾ. ഈ ആദർശത്തെ തകർക്കാൻ വേണ്ടി നിങ്ങൾ പലവിധ ഗൂഢാലോചനകൾ നടത്തിയവരായിരുന്നു. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങൾ പരസ്പരം മത്സരിച്ചവരായിരുന്നു, യുദ്ധം ചെയ്തവരായിരുന്നു, വിപ്ലവമുണ്ടാക്കിയവരായിരുന്നു, തമ്മിത്തല്ലിയവരായിരുന്നു. പക്ഷേ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി? ഇണക്കമുണ്ടാക്കി. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാകുന്നതുവരെ ശത്രുക്കളായിരുന്നു നിങ്ങൾ. ഈ ആദർശത്തിന്റെ പ്രഭാഷണം നടന്ന വേദിയിലേക്ക് ചിലപ്പോ ഒരു കല്ലുമായി കയറി വന്നവനാകാം. അതുവരെ ആ പ്രഭാഷണം നടത്തുന്നവനും അതിന്റെ സംഘാടകരും നിങ്ങളുടെ മുന്നിൽ ശത്രുക്കളായിരുന്നു. ഇസ്ലാമിനെ തകർക്കാൻ വന്ന പുത്തൻവാദികളെന്ന അവകാശപ്പെടുത്തി നിങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതെല്ലാം മാറി. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. അവന്റെ മഹത്തായ അനുഗ്രഹം കാരണത്താൽ നിങ്ങളെ സഹോദരങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കണം. നിങ്ങൾ നരകത്തിന്റെ ഒരു വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു?
രക്ഷപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദപ്രയോഗങ്ങളിലൂടെയും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരേ ഒരു ഭാഗമാണ് ഹബുലുള്ള എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ആരാണ് യൗമുൽ ഖിയാമയിൽ താങ്കളുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ, നിനക്ക് പഠിക്കാനുള്ള നിന്റെ അതിയായ ആഗ്രഹം കാരണത്താൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയം നീ ആയിരിക്കും എന്നോട് ആദ്യമായി ചോദിക്കുക എന്ന്. അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. നാളെ പരലോകത്താരും ഒരാൾക്കു വേണ്ടിയും ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന ദിവസത്തിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് മഹാസൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ആരായിരിക്കും? സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിക്കുകയും അതറിയുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പലവിധത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒരു സത്യവിശ്വാസിയുടെ മുന്നിലേക്ക് വരും. ലോകത്ത് ഈ ആദർശം മനസ്സിലാക്കിയ എല്ലാവർക്കും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവർ തന്നെയാണ് നാം ഓരോരുത്തരും. ഈ ആദർശത്തിന്റെ ഒരു പ്രത്യേകതയാണത്. ഈ ആദർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ് എങ്കിൽ ആ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് എല്ലുനുറുങ്ങുന്ന പരീക്ഷണങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. കൈവെള്ളയിലേക്ക് തീക്കനൽ എടുത്തു വച്ചതുപോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അവസാന ശ്വാസത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുകയില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പിറന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ദുനിയാവിന്റെ യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ലാതെ ഒരുമിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അസ്ർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, നബിയുടെ രണ്ട് സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ പരസ്പരം ഓതിക്കൊടുക്കും, എന്നിട്ട് പിരിഞ്ഞു പോകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ സൂറത്ത് മാത്രമേ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇത് മതിയായിരുന്നു അവൻ എതിരായിക്കൊണ്ട് നാളെ പരലോകത്ത് സംസാരിക്കാൻ. സൂറത്തുൽ അസ്ർ മതി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുവാൻ എന്നത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസിനികളെ എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പുറത്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാം ദുർബലപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, അഥവാ ഇസ്ലാം എന്ന പദവിയിൽ നിന്ന് മുസ്ലിം എന്ന നാമകരണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഒരു ചെറിയ ലേഖനം, ആ ലേഖനത്തിന്റെ ഒരു ശറഹ് നിങ്ങളുടെ മുന്നിൽ പറയുവാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞു തരാനുള്ള കാരണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. അതുകൊണ്ട് ഒരുപാട് കാരണങ്ങളിൽ നിന്ന് വളരെ ഗൗരവപ്പെട്ട, അതേപോലെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന 10ഓളം വിഷയങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം അതിന് പ്രമാണങ്ങളും കൊടുത്തു. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, ഒരു ചർച്ചയാണ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത്.
നവാഖിബുൽ ഇസ്ലാം എന്ന അദ്ദേഹം എഴുതിയ ചെറിയ ലേഖനത്തിൽ ഒന്നാമത്തെ അന്നാഖിബുൽ അവ്വൽ, ഒന്നാമതായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധനയിൽ പങ്കു ചേർത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധനയിൽ ആ ആരാധന മറ്റാർക്കെങ്കിലും നൽകിയാൽ ആ നൽകുന്നവൻ ഇസ്ലാമിന്റെ പുറത്താണ്. അദ്ദേഹം അതിന് കൊടുത്ത തെളിവ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നതിനെ അവൻ പൊറുത്തു തരികയേയില്ല. അല്ലാഹുവിന് കൊടുക്കേണ്ടുന്ന ആരാധന വേറെ ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ ആ നൽകുന്നതായ ശിർക്കിനെ അല്ലാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. വളരെ സുപരിചിതമായ ഒരായത്താണിത്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ പങ്കു ചേർത്ത മനുഷ്യന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അശ്ശിർകു തഅരീഫു ശിർക്ക്, അദ്ദേഹം അതിന്റെ അടിയിൽ കൊടുത്തു ശിർക്കിന്റെ നിർവചനം. ശിർക്കാണല്ലോ അല്ലാഹു പൊറുക്കാത്തത്. അതുകൊണ്ട് ആ ശിർക്ക് എന്താണ് എന്ന് ഓരോരുത്തരും പഠിക്കണം. ശിർക്ക് എത്ര ഇനമുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് ഏതാണ്, എന്നാൽ നന്മകളെ ബാത്തിലാക്കി കളയുന്ന ശിർക്ക് ഏതാണ്, ഇസ്ലാമിക വൃത്തത്തിൽ തന്നെ നിൽക്കും പക്ഷെ നരകത്തിൽ പോയി അതിന്റെ ശിക്ഷ ആസ്വദിച്ചിട്ട് സ്വർഗത്തിലേക്ക് വരികയുള്ളൂ, ആ ശിർക്ക് ഏതൊക്കെയാണ്, ശിർക്ക് വരാൻ പാടുന്ന നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തഅരീഫു ശിർക്ക്, ശിർക്ക് എന്ന പദത്തിന്റെ നിർവചനം അശ്ശിർകു ഹുവ അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിന് ഒരു സമന ഉണ്ടാക്കലാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യമായി ചെയ്യല്ലേ എന്ന് പറഞ്ഞ വിഷയം എന്താ? അല്ലാഹുവിന് തുല്യനെ ഉണ്ടാക്കരുത് എന്നാണ്. സൂറത്ത് ബഖറയിൽ 22-ാമത്തെ ആയത്ത്, വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന് എന്തുണ്ടാക്കരുത്, ഒരു സമന നിങ്ങൾ ഉണ്ടാക്കരുത്. നിന്നെ അവനാണ് സൃഷ്ടിച്ചത് എന്നിരിക്കെ, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവന് ഒരു സമന ഉണ്ടാക്കുക എന്നതാണ് എന്ത്? ശിർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ശിർക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട രണ്ട് മേഖലയാണ് തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങൾ, തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ. റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. റുബൂബിയുടെ ഗണത്തിൽ വരുന്ന എന്താ? അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ആ പ്രവർത്തനത്തിൽ അല്ലാഹുവിനൊരു പങ്കാളി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എന്ത്? തൗഹീദുർ റുബൂബിയയിൽ വരുന്ന ശിർക്ക്. തൗഹീദുൽ ഉലൂഹിയയോ പടപ്പുകളുടെ പ്രവർത്തനങ്ങളാണ്. ഒന്ന് പടച്ചവന്റെ പ്രവർത്തനമാണ്, മറ്റൊന്ന് പടപ്പുകളുടേതാണ്. പടപ്പുകളുടെ ഏത് പ്രവർത്തനങ്ങൾ? ആരാധനയുടെ ഗണത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ. ഈ രണ്ട് വിഷയത്തിലാണ് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശിർക്ക് കടന്നു വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു അശ്ശിർകു അഅ്ളമു ദംബ്, ഏറ്റവും ഗൗരവപ്പെട്ട പാപമാണേത്? ശിർക്ക് എന്ന് പറയുന്നത്. നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നിരിക്കെ
നീ അള്ളാഹുവിനൊരു സമന ഉണ്ടാക്കലാണെന്ത് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശിർക്കിനെയാണ് ഏറ്റവും വലിയ പാപമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ലിൽ മുശ്രികി ശിർകുഹു ഇല്ലാ അൻ യതൂബ. അല്ലാഹുവിൽ പങ്കു ചേർത്തവനെ വിളിക്കുന്ന പേരാണ് മുശ്രിക്ക് എന്നത്. അല്ലാഹുവിൽ പങ്കു ചേർത്തവന് പറയുന്ന പേരാണെന്ത്? മുശ്രിക്ക്, പങ്കു ചേർത്തവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്തവൻ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല. ഇല്ല അൻ യതൂബ, അവൻ തൗബ ചെയ്തിട്ടല്ലാതെ. തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ശിർക്ക് പുറത്തു തരികയുള്ളൂ. ഒരാൾ മദ്യപിച്ചു, തൗബ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തൗബ ചെയ്യാതെ തന്നെ ആ മദ്യം കുടിച്ച തെറ്റ് പുറത്ത് അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കാം. പക്ഷെ ശിർക്ക് അങ്ങനെയല്ല. ശിർക്ക് ചെയ്തു, തൗബ ചെയ്യാതെ മരണപ്പെട്ടു, അവൻ ശാശ്വതനായി എവിടെയാ? നരകത്തിലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇദ്ദേഹം എടുത്തുദ്ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല, അതല്ലാത്തത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. നാലാമത്തത്, അശ്ശിർകു ഹുവ ദുൽമുൽ അദീം. ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ഏറ്റവും വലിയ അക്രമമായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ശിർക്കാണ് എന്ന് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലമാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിച്ചപ്പോൾ, ഏതായത്ത്? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ എന്ന ആയത്ത് അവതരിച്ചു. അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, വലം യൽബിസൂ, അവർ കൂട്ടിക്കലർത്തിയില്ല, ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിനെ ദുൽമുമായി അവരെന്ത് ചെയ്തിട്ടില്ല? കൂട്ടിക്കലർത്തിയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അറിയാൻ വിശ്വാസമാണ്. ദുൽമ് എന്ന് പറഞ്ഞാലോ? ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട അക്രമം ഏതാ? ശിർക്കാണ്. പിന്നെ ശിർക്കല ദുൽമുൻ അദീം. അപ്പോ ശിർക്കാകുന്ന അക്രമം വിശ്വാസവുമായി കൂട്ടിക്കലർത്താത്തവർ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, എന്നിട്ട് അവരുടെ വിശ്വാസത്തെ അവർ ദുൽമുമായി കൂട്ടിക്കലർത്തിയിട്ടില്ല എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. അവരൊന്നിനെ പേടിക്കേണ്ടതില്ല. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗികളാണ്. ഈ ആയത്ത് അവതരിച്ചത് നബി ഓതിക്കൊടുത്തപ്പോൾ ശഖദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാലു അയ്യുനാ ലം യുദ്ലിം നഫ്സാ. നബിയോട് ചോദിക്കാണ്, നബിയെ, ഇത് ഈ ആയത്ത് കേട്ടപ്പോൾ അവർക്ക് പ്രയാസായി. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ സ്വന്തത്തോട് അതിക്രമം ചെയ്യാത്തവരുള്ളത്? ളുൽമ എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് പെട്ടെന്ന് വന്നുപോയി? സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയാണ് എന്ന് അവര് വിചാരിച്ചു. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അത് ചെയ്യാത്തവരായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ കമാ തദുന്നൂന, കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാൻ ലിഇബ്നിഹി, വിഷയം ഏതുപോലെയാണ്? ദുൽമിനെ വിശ്വാസവുമായി കൂട്ടിക്കലർത്താതെ എന്ന് പറഞ്ഞ ആ ദുൽമ് ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ചതുപോലെയാണ്. ഇന്ന ശുർക്ക് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശുർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. പങ്കു ചേർക്കുന്നത് എന്താണ്? ളുൽമുൻ അദീം, ഏറ്റവും കടുത്ത അക്രമമാണ്. അപ്പൊ ഇവിടെ ളുൽമ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താ? ശിർക്കാണ്. അപ്പൊ ശിർക്കിനെ വിശ്വാസവുമായി കൂട്ടിക്കലർത്താത്തവർ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? പരലോകത്ത് വിജയിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, പാപങ്ങളിൽ ഏറ്റവും വമ്പിച്ചതേതാ? ഏറ്റവും വമ്പിച്ച പാപം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താ? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവായിരിക്കെ അവന് ഒരു നിദ്, ഒരു തുല്യന ഉണ്ടാക്കുക എന്നതാണെന്ത്? ഏറ്റവും വലിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ ചോദിച്ച ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ശിർക്ക് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു അപകടമാണ് അൽ മുശ്രികു യഹ്ബിതു ജമീഅ അമലി. ഒരു മുശ്രിക്കിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും എന്താകും? നിഷ്ഫലമായി പോകും. അല്ലാഹുവിൽ ഒരാൾ പങ്കു ചേർത്താൽ 65 വർഷം അദ്ദേഹം സുജൂദ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സുജൂദൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിഷ്ഫലമായി പോകും. റമദാൻ മാസത്തിൽ നോമ്പ് നോച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള സകല അമലുകളും ശിർക്ക് എന്ന വലിയ അക്രമം കടന്നു വരുന്നതോടുകൂടി നിഷ്ഫലമായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും പങ്കു ചേർക്കുകയാണെങ്കിൽ അവരുടെ സകല പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞു, ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക. നബിയേ, അങ്ങാണ് എന്നിൽ പങ്കു ചേർക്കുന്നത് എങ്കിലും അങ്ങയുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താകും? നിഷ്ഫലമായി പോകും. ഈ ആയത്തുകളൊക്കെ നമുക്ക് സുപരിചിതങ്ങളായതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? അതിന്റെ പൂർണ്ണ രൂപങ്ങളോ അല്ലെങ്കിൽ അതല്ലാത്ത വിശദീകരണങ്ങളോ നൽകാത്തത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, മുശ്രിക്കിന് സ്വർഗം നിഷിദ്ധമാണ്. മുശ്രിക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് എന്ത് തന്നെയാണ്? മുശ്രിക്ക് തന്നെയാണ്. ഈ വിശദീകരണത്തിൽ നിന്ന് ഇമാമും ജമാഅത്തിനെ കുറിച്ച് സംശയം ചോദിക്കുന്നവരും അർത്ഥത്തിൽ നിന്നതിനെ കുറിച്ച് സംശയം ചോദിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് തന്നെ ഹുക്കുമ് കണ്ടെത്തണം. പിന്നെ ഒരു സംശയമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അതിന്റെ പിന്നിൽ നിൽക്കണോ വേണ്ട തീരുമാനിച്ചാൽ മതി. അത് വളരെ ഗൗരവമായി ഇതിന്റെ കൂടെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അശ്ശിർക്കു ബില്ലാഹ് യൻഖസിമു ഇലാ നൗഅൈനി. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അശ്ശിർക്കുൽ അക്ബർ, ഒന്ന് വലിയ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്താൽ വഹുവ മുഖ്രിജും മിനൽ മില്ല, അവൻ എന്ത് ചെയ്യും? ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെടും. വലിയ ശിർക്ക് ചെയ്താൽ പിന്നെ അവൻ എന്തല്ല? മുസ്ലിം അല്ല. വലിയ ശിർക്ക് ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അവനെ പുറത്താക്കുമെന്ന് മാത്രമല്ല, അവൻ ശാശ്വതനായി നരകത്തിലുമാണ്. ഇൻ ലഖിയല്ലാഹ വലം യതുബ്, തൗബ ചെയ്യാതെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയത് എങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ശിർക്കുകൾ ഒരു കാരണവശാലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല എന്ന് വളരെ ഗൗരവമായി ഈ വിശദീകരണത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു. രണ്ടാമത്തത് പറഞ്ഞു അശ്ശിർക്കുൽ അസ്ഗർ. ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ശിർക്കുകളാണ്. ആ ചെറിയ ശിർക്കുകൾ ഒരിക്കലും എന്തല്ല? ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അവനെ പുറത്താക്കുകയില്ല. ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അവനെ പുറത്താക്കപ്പെടാത്തതാണ് എന്ത്? ചെറിയ ശിർക്കുകൾ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൻവാഉ ശിർക്കുൽ അക്ബർ, വലിയ ശിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാ? വലിയ ശിർക്കിന്റെ ഇനങ്ങൾ ഒന്ന് ലാഹിറുൻ, പ്രകടമായതാണ്. ഏതുപോലെ? കശിർക്കിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ശിർക്ക് പോലെ. എന്താ മുശ്രിക്കീങ്ങളുടെ ശിർക്ക് പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്തവർക്ക് ബലിയെറുക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയിടപാടുകൾ നടത്തുന്നു, അള്ളാഹു അല്ലാത്ത ആളുകളോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നു, ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ശിർക്കുൽ അക്ബർ. ഇത് മുശ്രിക്കുകളുടെ ശിർക്കാണ്. രണ്ടാമത്തത് ഖഫിയുൻ, ഗോപ്യമാണ്, പുറത്തേക്ക് കാണാൻ പറ്റൂല. ഏതുപോലെ? കശിർക്കിൽ മുനാഫിഖീന, മുനാഫിക്കീങ്ങളുടെ ശിർക്ക് പോലെ. ഇത് രണ്ടും വലിയ ശിർക്കുകളാണ്. അപ്പൊ ആ വലിയ ശിർക്ക് പ്രകടമാക്കിയാലും പ്രകടമാക്കിയിട്ടില്ലെങ്കിലും അവൻ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്താണ് എന്നതിലൂടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അൻവാഉ ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ലാഹിറുൻ കശിർക്കിൽ അൽഫാൽ, ലാഹിറുൻ ചിലതിങ്ങനെ പ്രകടമായി വരും,
കശിർക്കിൽ അൽഫാൽ, അത് പദങ്ങളുടെ രൂപത്തിൽ പുറത്തു വരും. അതുപോലെ തന്നെ ഖഫിയുൻ, ചിലത് രഹസ്യമായിരിക്കും. കല്ലിയായി, ഏതുപോലെ? ലോകമാന്യം പോലെ. ചിലത് പദങ്ങളായി പുറത്തു വരും. ഏതാ പദങ്ങളായി പുറത്തു വരുന്നത്? ഇന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. 5 മിനിറ്റ് നേരത്തെ പോയിരുന്നെങ്കിൽ ആ ബസ് കിട്ടിയേനെ അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നേരത്തെ ഇറങ്ങാൻ. പറയാറുണ്ടോ? പറയാൻ പാടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയേനെ. പറയാൻ പാടില്ലാത്താണ്. ശിർക്കിന്റെ ഗണത്തിലാ വരുന്നത്. അങ്ങനെ ഒരു സംസാരം മുസ്ലിമിന് ഇല്ല. അവിടെ എന്താ തീരുമാനിക്കേണ്ടത്? അള്ളാഹുവിന്റെ ആണത്. അവിടെ കിട്ടാതിരുന്നത് സാധാരണ നമ്മളെല്ലാവരുടെയും ജീവിച്ചു വരുന്ന ഒരു ലഫ്മിന്റെ രൂപത്തിൽ വരുന്നതാണ്. മറ്റൊന്ന് റിയാ ആണ്. റിയാവ് പുറത്തേക്ക് കാണൂല, പക്ഷെ അവന്റെ മനസ്സിലുണ്ടാവും. ആ മനസ്സിലുള്ളതിനെ ആരറിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. പക്ഷെ ഇത് രണ്ടും കൊണ്ട് അവൻ എന്താവില്ല? ഇസ്ലാമിക മില്ലത്തിന് അവൻ ഒരു കാരണവശാലും ചെയ്യില്ല, പുറത്തു പോകുന്നതല്ല. ഒന്നാമത്തത് അതാണ്. ഒന്നാമത്തെ മനസ്സിലായല്ലോ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവനിൽ നിന്ന് ഇസ്ലാം ദുർബലപ്പെട്ടു പോകും. പിന്നെ അവൻ എന്തല്ല? മുസ്ലിം അല്ല. അപ്പൊ ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ അവനോട് നിർവഹിക്കേണ്ടതില്ല. പിന്നീട് അവനോടൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കേണ്ടതില്ല എന്ന് വളരെ ഗൗരവമായി നമ്മൾ അറിയേണ്ട ഒരു വിഷയം തന്നെയാണത്, അല്ലേ? മുസ്ലിങ്ങൾ പരസ്പരമുള്ള ബാധ്യതകൾ എന്തൊക്കെയാ? 6 കാര്യങ്ങളുണ്ടല്ലേ? പറയാതെ തന്നെ അറിയില്ല എല്ലാവർക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം ശരിക്കും. അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികളുണ്ട്. അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതില്ല, മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രകടമായി പറയുക തന്നെ വേണം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമർ മൗലവി പോലെയുള്ള മഹാന്മാർ പ്രഭാഷണം തുടങ്ങുമ്പോൾ എന്ത് പറയാറുള്ളത്? എന്റെ സ്നേഹമുള്ള മുസ്ലിം നാമധാരികളെ എന്ന് പറഞ്ഞിട്ടൊക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ്. രണ്ടാമത്തത് അന്നാഖിലുത്താനി. രണ്ടാമത്തെ കാര്യം മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിതുൻ യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅ വയതവക്കലു അലൈഹിം കുഫ്റുൻ ഇജ്മാ. രണ്ടാമത്തെ എന്താ? മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിതുൻ, അവനും അള്ളാഹുവിനും ഇടയിൽ ചില ഇടയാളന്മാരെ സൃഷ്ടിക്കുക. ഇടയാള സമ്പ്രദായം. യദ്ഉഹും, അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആരോട്? ഈ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കും. വയസ്അലുഹും അശ്ശഫാഅ, അവരോട് ശഫാഅത്ത് ചോദിക്കും. അതുപോലെ തന്നെ വയതവക്കലു അലൈഹിം, അവരുടെ മേൽ ഭരമേൽപ്പിക്കും. കല്യാണത്തിന് മുഹൂർത്തം, ഇറങ്ങാൻ സമയം, വാഹനത്തിൽ കയറാൻ സമയം, ആ രൂപത്തിലുള്ള തവക്കലുകളൊക്കെ എന്ത് ചെയ്യും? അവരിലേക്ക് പോകും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുഫറിലാണ് അവൻ എത്തിച്ചേരുന്നത്. അതിൽ പണ്ഡിത ലോകം ഒന്നാകെ യോജിച്ചിട്ടുണ്ട്. അതാണ് കുഫറുൻ ഇജ്മാഅൻ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പൊ രണ്ടാമത്തെ എന്താ? അള്ളാഹുവിനും ആ മനുഷ്യനുമിടയിൽ ചില മധ്യസ്ഥന്മാരെ, ഇടയാളന്മാരെ നിശ്ചയിക്കുന്നു. എന്തിനാണ് ആ ഇടയാളന്മാർ? അവരോട് പ്രാർത്ഥിക്കുവാനാണ്, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനാണ്, അവരുടെ മേൽ ഭരമേൽപ്പിക്കുവാനാണ്. ഈ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ എതിർത്തതായി കാണാൻ സാധിക്കും. ഇതും ശിർക്കുൽ അക്ബറാണ്. ശിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമുക്ക് സുപരിചിതമായ ആയത്താണ് സൂറത്തുൽ ലുഖ്മാനിലെ 3-ാമത്തെ ആയത്ത്, അല്ല സൂറത്തുൽ സുമറിലെ 3-ാമത്തെ ആയത്ത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ആരുടെ വാക്കാത്? ആരുടെ വാക്കായിട്ട് അള്ളാഹു ഉപയോഗിക്കുന്നത്? മക്കയിലെ മുശ്രിക്ക് പറയുന്നതായിട്ട് അള്ളാഹ് പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവകാശപ്പെടുകയാണ്, നിങ്ങൾ ലാത്തയോട് പ്രാർത്ഥിക്കല്ലേ, നിങ്ങൾ മനാത്തയോട് പ്രാർത്ഥിക്കല്ലേ, നിങ്ങൾ ഹുബലിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയല്ലേ.
എന്തിനാണ് നിങ്ങൾ ആ ഇടയാളന്മാരെ വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടിയായി അള്ളാഹു പറയുന്നു, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. കണ്ടോ എന്താ അള്ളാഹു ഉപയോഗിച്ച പദം? ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂന, ഞങ്ങളെ അടുപ്പിക്കുവാനായിട്ടല്ലാതെ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സുൽഫ, ഒരടുപ്പം. ഞങ്ങൾ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് തിന്മകളൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ അകലെ നിൽക്കുകയാണ്. പിന്നെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ ആര് വേണം? ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മരണപ്പെട്ടുപോയ ആളുകൾ വേണം. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവികളും സ്ഥാനമാനങ്ങളുമുണ്ട്. ആ സ്ഥാനമാനങ്ങൾ കൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളെപ്പറ്റി പറയും. അങ്ങനെ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുക്കാൻ പറ്റും. ഇത് ഇന്നത്തെ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇന്നത്തെ ആളുകൾ അത് പറയുമ്പോൾ അവർ ഒന്നുകൂടി പറയും, മക്കാ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. ശരി തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത് എന്ന് ശരിക്കും അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്നത്. അജഅലൽ ഇലാഹ, അല്ലെ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. കണ്ടോ, അജഅലൽ ആലിഹ, മുഹമ്മദേ ഇലാഹുകളൊക്കെ കൂടി ആക്കുകയാണോ? ആരാധ്യന്മാരെ എല്ലാവരെയും കൂടി നീ ആക്കുകയാണോ? ഇലാഹൻ വാഹിദ, ഒറ്റ ആരാധ്യൻ. നോക്കൂ, ലാ ഇലാഹ, ആരാധ്യന്മാരേ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ. നോക്കപ്പോ അവർക്ക് ലാ ഇലാഹ ശരിക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാതിരുന്നത്? പറയാതിരുന്നത്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ഒട്ടിക്കാൻ പറ്റാത്തതും കൊണ്ട് നമ്മൾ അതിനെ ഒട്ടിക്കും, അല്ലേ? വലിയ കബറുകളിൽ കെട്ടിപ്പൊന്തിച്ച് അതിന്റെ മുന്നിൽ കൊണ്ട് ഒട്ടിക്കുന്നത് എന്ത് തന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. അത് എന്തുകൊണ്ടാ? അതിന്റെ പൊരുളൊന്നും മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, ഇല്ലേ? ശരിയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി മുവഹ്ഹിദീങ്ങളായ, എന്താ മുവഹ്ഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 പേർ ആ മനുഷ്യന് വേണ്ടി നമസ്കരിച്ചാൽ ആ 40 പേരെ ശഫാഅത്ത് അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഒരു മുസ്ലിം മരിച്ചാൽ ആരാ മയ്യത്ത് നിസ്കരിക്കുക? ഏതെങ്കിലും മുസ്ലിമോ നിസ്കരിക്കുമോ? ഇല്ലല്ലോ, സംശയമില്ലല്ലോ. അവിടെ നബി പറഞ്ഞത് 40 മുസ്ലിം നമസ്കരിച്ചാലല്ല. അവിടെ നബി പറഞ്ഞത് 40 മുസ്ലിം നമസ്കരിച്ചാലെന്നല്ല. അതിന്റെ അർത്ഥം എന്താ? മുസ്ലിം നാമധാരികളിലേക്ക് എന്തുവരും? അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ഓരോ പദങ്ങളിലുമുണ്ട് ആ മക്കാ മുശ്രിക്കുകൾ ഏത് രൂപത്തിലായിരുന്നു അള്ളാഹുവിനോട് ആരാധനകൾ നടത്താതിരുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, മാ നഅ്ബുദുഹും, അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ഇന്ന് ആരാധനയാണ് എന്ന് പറയുമ്പോഴാണ് തർക്കങ്ങളും എതിർപ്പുകളും അതേപോലെ കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ ഒരു കാരണവശാലും അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ എന്താ? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലേ? അവന്റെ മനസ്സ് അവനോട് എന്തു പറയുന്നുവോ അത് നാം അറിയുന്നുണ്ട്. കാരണം അവന്റെ ജീവനാഡിയേക്കാൾ അവനിലേക്ക് അടുത്തവനാണ് ഞാൻ. ജീവനാഡിയിലേക്ക് അടുത്തവനാണെന്നാൽ അള്ളാഹു ഇത്രമാത്രം ചേർന്നാണ് നമ്മളോട്, ഇത്രമാത്രം അടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് ഒരാളെ കൊണ്ടുവന്നു, അതിന്റെ ഇടയിലേക്ക് 2 പേരെ കൊണ്ടുവന്നു, അതിന്റെ ഇടയിലേക്ക് 3 പേരെ കൊണ്ടുവന്നു. കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? അള്ളാഹ് അകന്നകന്നകന്ന് പോകും. ശരിയല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അപ്പൊ ഓരോരുത്തരെ കൂട്ടും തോറും അള്ളാഹു നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കിടന്നുറങ്ങുമ്പോഴും എഴുന്നേറ്റ് നടക്കുമ്പോഴും അതേപോലെ നാം ഏതെല്ലാം ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ശരി, അവിടെയൊക്കെ നമ്മുടെ മേൽനോട്ടക്കാരനായി ആരുണ്ട്? അള്ളാഹുണ്ട്.
അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യം ഇല്ല. രണ്ടാമത്തെ ആയത്തായിക്കൊണ്ട് അദ്ദേഹം കൊടുത്തു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിലെ 18ാമത്തെ ആയത്താണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു. അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയാണ്. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരം ആരാധ്യന്മാർ ചെയ്തു കൊടുക്കൂല. അവരെ ബാധിച്ചിരിക്കുന്ന ഒരു ഉപദ്രവത്തിൽ നിന്ന് അവർക്ക് രക്ഷയും നൽകുകയില്ല. അപ്പൊ ഒരു ഉപകാരവുമില്ലാത്ത, ഒരു ഉപദ്രവം നീക്കാൻ പറ്റാത്ത ആളുകളെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വയഖൂലൂൻ, അത് ചെയ്യല്ലേ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്താ? ഹൗലാഇ, ഞങ്ങളിപ്പോ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഞങ്ങൾ സിയാറത്തിന് പോയിട്ട് വലിയ വലിയ ഖബറിന്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അതിന്റെ അകത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ, ശുഫആഉനാ, ഞങ്ങളുടെ ശുപാർശകരാണ്, ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ. ശരിയല്ലേ? ആരും എതിർക്കാത്തൊരു വിഷയത്. സിയാറത്ത് ടൂറിന് പോകുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചാൽ അവരെന്ത് പറയും? അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ ശുപാർശകരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ അടുക്കിലേക്ക് പോകുന്നത് എന്നാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഇശാ ബാങ്ക് നമ്മൾ കേട്ടവരാണ്. ആ കേട്ട സമയത്ത് നമ്മൾ ഇശാ ബാങ്കിന് മറുപടി കൊടുത്തു. അല്ലാഹു അക്ബർ എന്ന് കേട്ടപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ എന്ന് കേട്ടപ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ അത് തന്നെ മറുപടി പറഞ്ഞു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അത് തന്നെ പറഞ്ഞു. ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഇബ്രാഹിമി സ്വലാത്ത് വേണം അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങി ഇന്നക ഹമീദും മജീദിൽ അവസാനിക്കുന്ന ഇബ്രാഹിമി സ്വലാത്ത്. പിന്നെയോ പിന്നെന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥന അല്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബഅതഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅസ്തഹു എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചു അല്ലേ? അത് നിർവഹിക്കുമ്പോൾ എന്താ നമ്മൾ അള്ളാഹിനോട് പറയുന്നത്? അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പൂർണ്ണമായ പ്രാർത്ഥനയുടെ രക്ഷിതാവായ അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, ഇഖാമത്ത് കൊടുത്ത് നിർവഹിക്കപ്പെടാനിരിക്കുന്ന നമസ്കാരത്തിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ആതി, നീ നൽകണമേ, മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ വസീല വൽ ഫളീല, വസീല ഫളീല എന്ന ഉന്നതമായ പദവി കൊടുക്കണം. പിന്നെയോ വബഅതഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത, നീ അല്ലാഹുവിന്റെ റസൂലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്തുത്യർഹമായ പദവി നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ. മുഹമ്മദ് നബിക്ക് ഏതാ പദവി? ശഫാഅത്തിന്റെ പദവി അല്ലേ? ശഫാഅത്ത് എത്ര രൂപമുണ്ട്? 2 രൂപമുണ്ട്. ഏതൊക്കെയാ? ശഫാഅത്തുൽ കുബറ, ശഫാഅത്തുൽ ഉളമ. ശഫാഅത്തുൽ കുബറ ലോകത്ത് ഒരേ ഒരാൾക്കുള്ളൂ. അതാർക്കാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. അത് കൊടുക്കാനാണ് ഈ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അള്ളാഹുവേ, അത് നബിക്ക് കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് ലോകത്തുള്ള സകല വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ച വിശ്വാസിക്ക് എന്താ കിട്ടുക? ഹല്ലതു ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് അവന് ലഭിക്കും. നബിയോടല്ല ചോദിക്കുന്നത്, നബിയോട് ചോദിക്കല്ല, നബിക്കത് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അത് പ്രാർത്ഥിച്ച വിശ്വാസിക്ക് അള്ളാഹ് കൊടുക്കുന്ന അനുഗ്രഹം എന്താ? നബി ആ ശഫാഅത്തുൽ കുബറ നടത്തുമ്പോ അല്ലെങ്കിൽ ശഫാഅത്തുൽ ഉളമ നടത്തുമ്പോ അതിൽ അംഗങ്ങളാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ഇതാണോ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലെ വിശ്വാസം? ആണോ? അല്ല. അശ്ശഫാഅത്തു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലനാ ഇംദാഅ സയ്യിദി ഖൈറൻ നബി. ഇതാ ഇന്നത്തെ വിശ്വാസം. അശ്ശഫാഅത്തു ഹബ്ലനാ,
അശ്ശഫാ ശുപാർശ, ഹബ് നീ നൽകണം, ലനാ ഞങ്ങൾക്ക്. ഹബ് എന്ന് പറഞ്ഞ കൽപ്പന രൂപമാണ്. ആ ഹബില് നീ ആരാ? അല്ലാഹു അല്ല, പിന്നെയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണം. ഫിൽ ഖിയാമത്തി മുശ്ഫിഖ, പ്രയാസം നിറഞ്ഞ പരലോകത്ത് നിൽക്കുന്ന സമയത്ത്. വാഹുലനാ ഇല്ലായ, അത് നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് കഷ്ടമാണ്. അത് കിട്ടാതെ പാഴായി പോയ ഞങ്ങൾ നഷ്ടത്തിൽപ്പെട്ടു പോകും. സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമനായ എന്റെ നേതാവേ. അപ്പൊ ആരുടെ പ്രാർത്ഥിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാടുണ്ടോ? അത് പാടില്ല. അത് പാടില്ല. അത് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതേ വിശ്വാസമാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും വച്ചു പുലർത്തിയിരുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു. ആ വിശ്വാസത്തെ എതിർത്തപ്പോൾ നബിയോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഇവർ അള്ളാഹുവിനോട് പറയുന്ന ഞങ്ങളുടെ ശുപാർശകരാണ് ഇവർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്, ഇവർക്ക് വേണ്ടി നേർച്ച നടത്തുന്നത്, ഇവർക്ക് വേണ്ടിയിട്ട് ആണ്ട് കഴിക്കുന്നത്, ഇവർക്ക് വേണ്ടി വാർഷികം കഴിക്കുന്നത്, ഇവരുടെ പേരിൽ ചില കീർത്തനങ്ങൾ പാടുന്നത്, ഇവരോട് ഞങ്ങൾ ചില ആവരാധികൾ പറയുന്നത്, അതേപോലെ തന്നെ മറ്റു പലതും കൊണ്ടുപോയി ഇവരുടെ മുന്നിൽ വെക്കുന്നത് ഇവർ ഞങ്ങളുടെ ശുപാർശകന്മാരാകാൻ വേണ്ടി. അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കടുത്ത ശിർക്കാണ് എന്ന് ഇദ്ദേഹം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്താണ് തവക്കുൽ. അല്ലെ, തവക്കുൽ ചെയ്യേണ്ടത് ആരുടെ മേല? അല്ലാഹുവിന്റെ മേൽ. പക്ഷെ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ തവക്കുൽ ആകെ പിഴച്ചുപോയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാനാണ് നബി പഠിപ്പിച്ചത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞിട്ട് പോകണം. പിശാച് അവനിൽ നിന്ന് മാറി നിൽക്കും. പിശാച് പിന്നെ അവന്റെ അടുക്കിലേക്ക് അടുക്കുകയില്ല. അല്ലേ? സന്മാർഗത്തിലായ ആ തവക്കൽ കൊണ്ട് രക്ഷ പ്രാപിച്ച മതിയായവനായ ഒരാളെ നിനക്ക് എങ്ങനെ തെറ്റിക്കാൻ പറ്റുമെന്ന് ഒരു പിശാച് മറ്റൊരു പിശാചിനോട് സംസാരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അല്ലേ? പക്ഷെ ഇത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മുസ്ലിമിന്റെ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച പോയാലോ? പിന്നെ അവൻ പോവില്ല യാത്രക്ക്. അല്ലേ? അതുപോലെ തന്നെ തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിന്നിൽ വിളിച്ചാലോ? അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു പക്ഷി കരഞ്ഞാലോ? ചില പക്ഷികൾക്ക് നമ്മുടെ നാട്ടിൽ കരയാൻ പാടില്ല എന്നാണ്. അല്ലേ? ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എന്തിന്റെ പേരിലാണ്? തവക്കുൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവരുടെ തവക്കലുകളൊക്കെ മറ്റു ചില ആളുകൾ നിർണയിച്ചു കൊടുക്കുകയാണ്. മകന് വിവാഹം കഴിക്കണം, വിവാഹത്തിന് ഡേറ്റ് ആര് തീരുമാനിക്കും? നാട്ടിലെ ജോത്സ്യം തീരുമാനിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയം ആര് തീരുമാനിക്കും? നാട്ടിലെ ജോത്സ്യം തീരുമാനിക്കും. അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ വീണ്ടും തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുതിയ നോട്ടീസുകളും പരസ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ വീട്ടിൽ നിന്ന് 10 മണിക്കാണ് ഇറങ്ങേണ്ടതെങ്കിൽ 10 മണി, 9:58 പറ്റൂല, 10:02 പറ്റൂല, 10 മണിക്ക് ഇറങ്ങിയിരിക്കണം. അല്ലേ? ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണത്. എന്താ അവൻ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആർക്കും പറ്റൂല, നീ തടഞ്ഞത് നൽകാനും ഒരാൾക്ക് സാധ്യമല്ല. എത്ര വലിയ പ്രസിദ്ധിയുള്ളവനാണെങ്കിലും നിന്റെ പ്രസിദ്ധിയുടെ അടുക്കൽ അവന്റെ പ്രസിദ്ധി കൊണ്ട് യാതൊരുവിധ ഉപകാരം ഉണ്ടാവില്ല. ഇത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണ വിശ്വാസിയുടെ മുന്നിലൂടെ കറുത്ത പൂച്ച ഓടിയാൽ എന്തായി? അവനൊന്ന് വിറയ്ക്കും. അല്ലേ? തിടുങ്ങി വിറയ്ക്കും. ഭാര്യ പുറകേന്ന് വിളിച്ചാലോ അതിനൊക്കെ വലിയ പ്രശ്നമാകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തി. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഇദ്ദേഹം പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തത്, ആരെങ്കിലും വിശ്വസിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തെക്കാൾ അക്മലു മിൻ ഹദീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗദർശനത്തെക്കാൾ
നല്ല മാർഗദർശനം വേറെ ചിലതാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ വിധികൾ, ആ വിധികളെക്കാൾ നല്ല വിധികൾ ഇന്ന് ദുനിയാവിലേതാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. ഖൈറസ്സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗദർശനം, ഏറ്റവും നല്ല ചര്യ അത് ആരുടേതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. എന്നാൽ ആരെങ്കിലും അതല്ല മറ്റു ചിലതാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ഒന്ന്, മൻ അഅതഖദ അന്ന ശൈഅൻ മിന ശറാഇ സാബിഖ അസ്സമാവിയത്തി കൽ യഹൂദിയ വന്നസ്റാനിയ അൽ മുഹർരിഫ, മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട ജൂത നസറാക്കളുടെ മതവിധികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതവിധിയേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അതിൽ നന്മയുണ്ട് എന്നൊരു വിശ്വസിച്ചാൽ എന്തായി? അവന്റെ വിശ്വാസം പ്രശ്ന സങ്കീർണമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ദുനിയാവിൽ നിർണയിക്കപ്പെട്ട ചില വിധികളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളാണ് മുഹമ്മദ് നബിയുടെ തീരുമാനങ്ങളെക്കാൾ നല്ലത് എന്ന് വിശ്വസിച്ചാൽ എന്തായി? അവൻ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് ഇദ്ദേഹം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം അത് ഉദ്ധരിക്കുന്ന ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ സത്യവിശ്വാസികളാവുന്നതല്ല. അവർ സത്യവിശ്വാസികളാകുന്നവരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ ആകുന്നതല്ല. ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധികർത്താവാക്കുന്നതുവരെ ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ഒരു മതവിധിയിൽ എങ്ങനെ തീരുമാനിക്കാമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ആ അഭിപ്രായ വ്യത്യാസം എന്ന കാര്യത്തിൽ നിന്നെ വിധികർത്താവാക്കുന്നതുവരെ അവർ സത്യവിശ്വാസികളാവുകയില്ല. ثم لا يجدوا في أنفسهم حرجا مما قضيت, പിന്നെ താങ്കൾ വിധിച്ച വിധിയിൽ അവരുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള നീരസവും ഉണ്ടാകുവാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പരിപൂർണമായിട്ടും അതിനെന്ത് ചെയ്യണം? കീഴൊതുങ്ങണം. അങ്ങനെ പരിപൂർണമായും കീഴൊതുങ്ങിയാലല്ലാതെ അവരെന്താവുകയില്ല? സത്യവിശ്വാസികൾ ആവുകയില്ല. അപ്പോ ഏറ്റവും നല്ല ഹിദായത്തിന്റെ വഴിത്താര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. ആ ദഅവത്തിന്റെ ഏറ്റവും മനോഹരമായ വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അതല്ലാത്തൊരു മാർഗത്തിന്റെ പിന്നാലെ പോകണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അതല്ലാത്ത മാർഗത്തിലൊന്നും ഹൈർ ഇല്ല എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നബി പഠിപ്പിച്ചതിനേക്കാൾ നല്ല മാർഗം ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് എന്ന് ഒരാൾ വിശ്വസിക്കാൻ പോലും പാടില്ലാത്തതുമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി പറഞ്ഞ വിഷയത്തിൽ മനസ്സും ശരീരവും പൂർണ്ണമായും കീഴ്പ്പെടുത്തി നിൽക്കുക എന്നുള്ളതും ഒരു സത്യവിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഹുക്മ് മുഹമ്മദ് നബി നടത്തിയതിനേക്കാൾ നല്ലൊരു ഹുക്മുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് പുറത്താക്കപ്പെടും. അതിന് അദ്ദേഹം ഏതാനും ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ഹുക്കുമിന് മേലെ അള്ളാഹു അല്ലാത്തവരുടെ ഹുക്കുമിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹു ഒരു ഹുക്കും പറഞ്ഞു, ആ ഹുക്കുമിന്റെ മേലെ അതല്ലാത്ത ചില ആളുകളുടെ ഹുക്കുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അതുപോലെ തന്നെ അള്ളാഹു ഇറക്കിയതിന് അല്ലാതെ ഹുക്കുമകൾക്ക് അനുവാദമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹു ഒരു ഹുക്കുമ പറഞ്ഞു, അതാണ് ഹുക്കുമായി നിലനിൽക്കേണ്ടത്. പക്ഷേ അതല്ല, വേറൊരു ഹുക്കുമിനുള്ള അവകാശം ഉണ്ടല്ലോ, ആ ഹുക്കുമ് നമുക്ക് തെരഞ്ഞെടുക്കാം, ഇളവുകൾ തേടിപ്പോവുക എന്നർത്ഥം. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തു. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നാലാമത്തത്, ഏതിനാ? ഹുക്കുമ് തെരഞ്ഞെടുക്കുന്നതിന് പറഞ്ഞു വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്
നാലാമത്തത് മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫറ. മൻ അബ്ഗള ശൈഅൻ, ഏതെങ്കിലും ഒരു കാര്യത്തോട് വെറുപ്പ് കാണിച്ചു, ആ വെറുപ്പ് മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കൊണ്ടുവന്നാണ്, നബി കൊണ്ടുവന്ന ഒരു കാര്യത്തോട് വെറുപ്പ് കാണിക്കുക, വലൗ അമില ബിഹി, അതവൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അവന്റെ പ്രവർത്തന പദത്തിലുണ്ട്, പക്ഷെ അവൻ അതിനോട് എന്തുണ്ട്? ഒരു നീരസമുണ്ട് എങ്കിൽ കഫറ, അവൻ അവിശ്വാസത്തിലാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പക്ഷെ അതിനോട് നമുക്ക് എന്തുണ്ടാവില്ല? വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കും. ആ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവൻ എന്താണ്? ഇസ്ലാമിക മില്ലത്തിന് പുറത്തു പോകും. അത് ഇസ്ലാം തന്നെ എന്താവും? ഇല്ലാതായി പോകും എന്ന് വളരെ ഗൗരവത്തിൽ ഇദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ്. അതിന് ഉദാഹരണമായി അദ്ദേഹം കൊടുത്തത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. എന്താ കപട വിശ്വാസികളുടെ സ്വഭാവം? വിശ്വാസികളുടെ കൂടെ ഇരിക്കുമ്പോൾ വിശ്വാസം അവരുടെ കൂട്ടത്തിലേക്ക് പോയാലോ അവരുടേത്. ഈ ഒരു നിലപാട് നമുക്കുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഉറച്ച നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമുക്കറിയാം, താടി നീട്ടി വളർത്തണം എന്നുള്ളത് ഇസ്ലാമിന്റെ കർശനമായ നിർദ്ദേശമാണ്, അല്ലേ? ചില ആളുകൾ താടി വക്കുന്നുണ്ടെങ്കിൽ അതിനോട് എന്തുണ്ടാവും? ഒരു നീരസം ഉണ്ടാവും. ചില ആളുകൾ നല്ല ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി അതിനെ സ്വീകരിക്കും. എന്നാൽ ചിലരോ അത് മുഖത്തുണ്ടാവും, പക്ഷെ അതിനോടെപ്പോഴും ഒരു വെറുപ്പ്. ഞാനിത് വച്ചില്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ളവർക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ധാരണയിലാവും ചെയ്യുന്നത് വച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വസ്ത്രം, കണങ്കാലിന് മുകളിൽ നിൽക്കണം പുരുഷന്റെ വസ്ത്രം. സ്ത്രീയുടെ ശരീരത്തിന്റെ ആകൃതി പുറത്ത് കാണാൻ പറ്റാത്ത രൂപത്തിൽ ലൂസായ വസ്ത്രമാണ് ആര് ധരിക്കേണ്ടത്? സ്ത്രീ ധരിക്കേണ്ടത്. അത് ധരിക്കുന്നുണ്ടാവും, പക്ഷെ എന്തുണ്ടാവും? അതിനോട് ഒരു വെറുപ്പുണ്ടാവും. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തി ജീവിതത്തിലുണ്ട്, പക്ഷെ ആ പ്രവൃത്തിയോടെ എന്തുണ്ട്? ഒരു വെറുപ്പ് വന്നു പോകും. അത് ശ്രദ്ധിക്കണം എന്ന് ഇദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു വിഷയത്തെ വെറുപ്പോടുകൂടി കാണാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാലാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് അദ്ദേഹം അത് വിശദീകരിച്ചു. അഞ്ചാമത്തത് അൽ ഇസ്തിഹ്സാഉ ബിശൈഇൻ മിൻ ദീനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തവാബിഹി ഔ ഇഖാബിഹി കഫറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തെ പരിഹസിക്കുക, കളിയാക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തെ, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയെ ആരെങ്കിലും പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ അവൻ എവിടെ എത്തും? നിഷേധത്തിൽ എത്തും. എന്താ ഇസ്തിഹ്സാ? പരിഹസിക്കുക എന്നുള്ളതാണ്, കളിയാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കളിയാക്കപ്പെടുന്ന വിഷയങ്ങൾ? മുസ്ലിം തന്നെ പരസ്പരം കളിയാക്കുന്ന വിഷയങ്ങൾ ഏതാ? പുറത്തുള്ളവരെ നമ്മൾ ഒഴിവാക്കുക. താടി, പിന്നെ വസ്ത്രം, പുരുഷന്റെ വസ്ത്രം, അതുപോലെ സ്ത്രീയുടെ ഹിജാബ്, അല്ലെ, ജിൽബാബ്. മുഖം സൗന്ദര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? മുഖവും മറക്കണം. ശരിയല്ലേ? സൗന്ദര്യമല്ലെങ്കിലും മറക്കണം. നമുക്കറിയാം, നമസ്കരിക്കുന്ന സമയത്ത്, അല്ലെ, നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ലാത്ത സമയത്ത് അത് വേണം. തവാഫിന്റെ സമയം മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. അപ്പോഴോ അതല്ലാത്ത സമയത്ത് മറക്കണം. ശരി, ഇന്ന് മറക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ത് ചെയ്യും? അത് ശക്തമായിട്ട് ആക്ഷേപിക്കും, പരിഹസിക്കും. ആ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് തമാശക്കാണെങ്കിലും അത് കളിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി, ആ പറയുന്നവൻ എന്താണ്? ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി നമ്മെ പഠിപ്പിച്ചു. സൂറത്ത് തൗബയിലെ 65-66 ആയത്ത് ശരിക്കൊന്ന് പരിശോധിക്കണം. സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ. വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു. നബിയെ താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബു, ഞങ്ങൾ കളിക്കുകയും വിനോദിക്കുകയുമാണ് എന്ന് പറയുന്നവരോട് താങ്കൾ അവരോടൊന്ന് ചോദിക്കുകയാണ്. ഖുൽ, ചോദിക്കുക, അബില്ലാ, അല്ലാഹുവിനെ കൊണ്ടാണോ, വ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടാണോ, വ റസൂലിഹി, അവന്റെ റസൂലിനെയും കൊണ്ടാണോ, കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ പരസ്പരം കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിനെ കൊണ്ടാണോ, അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ടാണോ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് നബിയെ താങ്കൾ അവരോട് ചോദിക്കല്ല. നിങ്ങൾ അതുകൊണ്ട് അതിര് കവിയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അവിശ്വാസികളായിരിക്കുന്നു. നിങ്ങൾക്ക് സത്യവിശ്വാസം ഉണ്ടായിരുന്നു, ആ സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ സത്യനിഷേധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതചിഹ്നങ്ങളായി പഠിപ്പിച്ചു തന്ന ഒന്നിനെയും എന്ത് ചെയ്യരുത്? പരിഹാസത്തോടു കൂടി നോക്കാനോ കാണാനോ പരിഹാസ സംസാരത്തിന്റെ വിഷയമാക്കുവാനോ എന്തില്ല? പാടില്ലാത്തതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മതത്തെ കൊണ്ടാണ് പരിഹസിക്കുന്നത് എങ്കിൽ ചില കാര്യങ്ങളല്ല, ഇസ്ലാം എന്ന ആദർശത്തെ തന്നെ എന്ത് ചെയ്തു? ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? മുസ്ലിം സ്ത്രീ അല്ലെ, അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങൾ കേട്ടത് മുസ്ലിം സ്ത്രീ വസ്ത്രം പോലും ധരിക്കേണ്ടതില്ല നമുക്ക് തോന്നിപ്പോ. ഒന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോലാണ് എന്ത് ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലെ? എല്ലാവിധ മതഗ്രന്ഥങ്ങളും ഇതെല്ലാം പഠിച്ചിട്ട് അഭിപ്രായം പറയും പോലെയാണ് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത്. അതൊക്കെ വെറുതെ പത്രകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും അതുപോലെ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കപട വിധി പറയലെന്നല്ലാതെ അതിന് വേറൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. നമ്മളതിനെ മുഖവിലക്കെടുക്കുകയേ വേണ്ടതില്ല. അപ്പൊ മതം കൊണ്ടാണ് പരിഹസിക്കപ്പെടുന്നത് എങ്കിൽ അവന് വേദനയേറിയ ശിക്ഷ നാളെ പരലോകത്തുന്നുണ്ടാവും, ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മാത്രല്ല അവൻ മുർത്തദ്ദായി മാറുകയും ചെയ്യും. മുർത്തദ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇസ്ലാമിന്ന് പുറത്തുപോയവൻ, അങ്ങനെയാണ് മുർത്തദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഇൻ കാനൽ മുസ്തഹ്സിഉ ഹാസില, അവനാ പരിഹസിക്കുന്നവൻ ഒരു തമാശക്കാണ് ചെയ്യുന്നെങ്കിൽ എന്തായി? ഇസ്ലാമിന്ന് പുറത്തു പോകും. അതുകൊണ്ട് തമാശക്കോ കാര്യത്തിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഒരു വിഷയത്തെ പരിഹസിക്കുവാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ അല്ലാഹു പഠിപ്പിച്ചു. അൽ ഇസ്തിഹ്സാഉ ബിദ്ദീൻ വശറഅ, മതം കൊണ്ടോ ശരീഅത്ത് കൊണ്ടോ ആണ് ഒരാൾ കളിയാക്കുന്നത് എങ്കിൽ അത് മിൻ സിഫാത്തിൽ കുഫാർ, അതാരുടെ സ്വഭാവ? കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. മതത്തെ കളിയാക്കുക, മതനിയമങ്ങളെ കളിയാക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? അത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിഹ്സാഉ ബിശ്ശരീഅ, ശരീഅത്ത് കൊണ്ട് മാത്രമാണ് കളിയാക്കുന്നത്, മതത്തെ കളിയാക്കുന്നില്ല. പക്ഷെ മതനിയമങ്ങളെ മാത്രം കളിയാക്കുകയാണെങ്കിൽ മിൻ സിഫാത്തിൽ മുനാഫിഖീൻ, അതാരുടെ സ്വഭാവ? മുനാഫിക്കന്റെ സ്വഭാവമാണ്. രണ്ടാണെങ്കിലും ശരി, രണ്ടും എവിടെയാ? നരകത്തിലാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ ആരുള്ളത്? മുനാഫിക്കുള്ളത്. കാഫിറുള്ളത് എവിടെയാ? നരകത്തിലാണ്. അവൻ ശാശ്വത നരകവാസിയുമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആറാമത്തത് അശ്സിഹർ. എന്താ സിഹർ? മാരണം. മാരണം ചെയ്യാന്നുള്ളത് എന്താണ്? കുഫറാണ്. ചെയ്താലും ചെയ്യിച്ചാലും ശരി, അതെന്താവും? ഇസ്ലാമിക മില്ലത്തിന്ന് അവൻ പുറത്തു പോകും അല്ലേ? നാശമടയാൻ വേണ്ടി
ആപത്തുണ്ടാകാൻ വേണ്ടി, അതുപോലെ തന്നെ സ്നേഹത്തിലുള്ള ഭാര്യനെയും ഭർത്താവിനെ അകറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ നല്ല സ്നേഹത്തിലാകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എന്തുണ്ട്, വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ സിഹറിനുണ്ട്. ആ സിഹറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൻ പാപങ്ങളിൽ രണ്ടാമതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എണ്ണിയിട്ടുള്ളത്. അല്ലെ, തമിഴ്നാട്ടില് ഒരു TJ എന്ന് പറഞ്ഞിട്ട് തൗഹീദ് ജമാഅത്ത് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. തൗഹീദ് ജമാഅത്ത് എന്നാണ് അറിയപ്പെടുന്നത്. തൗഹീദ് ജമാഅത്തിന്റെ 5ഓളം പ്രമുഖന്മാരായ നേതാക്കന്മാർ പരസ്യമായി ഒരു വെല്ലുവിളിച്ചു സാഹിര്യങ്ങളെ. എന്ന് പറഞ്ഞിട്ടാ, ഞങ്ങൾ ആരെങ്കിലും ഒരാളെ സിഹർ ചെയ്ത് കൊല്ലുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുപോലുള്ള സംഗതികളിലേക്കുള്ള ഒരു വെല്ലുവിളിക്കാനുള്ള സംഗതിയല്ല എന്ത്, സിഹർ എന്ന് പറയുന്നതിന്. അത് സംഭവിക്കും അല്ലാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ അത് ചെയ്യുവാനോ അത് ചെയ്യിക്കുവാനോ അതിനുള്ള അവസരമൊരുക്കുവാനോ ആ മാർഗം തെരഞ്ഞെടുക്കുവാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിൽ ഏതു മാർഗം തെരഞ്ഞെടുത്താലും അവൻ എവിടെയാണ്, ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 7ാമത്തത്, ഇതിൽ 10 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ വിശദീകരിക്കാതെ വിടും, 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ. അത് ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ വല്ല ദർസ കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് വിശദീകരിക്കോളൂ. അതിവിടെ എന്ത് ചെയ്യില്ല, വിശദീകരിക്കയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ 3 വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടും. ആ 3 വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴും നമുക്ക് ഒരുമിച്ചൊരു അവസരം കിട്ടിയാൽ പറഞ്ഞു തരുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അൽ-ഇഅറാദു അൻ ദീനില്ലാഹി തആല ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി. അൽ-ഇഅറാദ്, തിരിഞ്ഞു കളയൽ. അൻ ദീനില്ലാഹി തആല, അല്ലാഹുവിന്റെ മതത്തിൽ നിന്ന്. ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി, അവനത് പഠിക്കുകയുമില്ല, അതവൻ പ്രവർത്തിക്കുകയില്ല. പഠിക്കാനും അവൻ സന്നദ്ധനല്ല, അത് പ്രവർത്തനത്തെ മതത്തിൽ കൊണ്ടുവരാൻ സന്നദ്ധനല്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതത്തിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിലെ 22ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إن من المجرمين منتقمون. വമൻ അദ്ലം, കടുത്ത അക്രമി ആരാണ്, മിമ്മൻ ദുക്കിറ, ഉത്ബോധനം ചെയ്യപ്പെട്ടവനേക്കാൾ, ബിആയാതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അവൻ കടുത്ത അക്രമിയാകാൻ കാരണം എന്താ? സുമ്മ അഅറള അൻഹാ, പിന്നെ അവൻ അതിൽ നിന്ന് എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അക്രമികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നവനാണ് നിശ്ചയമായി നാം. അവ സതുപദേശം നൽകപ്പെട്ടു കഴിഞ്ഞാൽ ആ സതുപദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാനുള്ള ഒരു അവകാശം മുസ്ലിമിനില്ല. ആ സതുപദേശത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് അവന്റെ ജീവിതം മാതൃകാപൂർണമാക്കുവാൻ അവൻ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ സൂറത്തു താഹയിലെ ഒരു ആയത്തിൽ നമുക്ക് കാണാം, വമൻ അഅറള അൻ ദിക്രി വഇന്ന ലഹു മഈസതൻ ദൻക വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമാ. എന്റെ ആയത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്ന ലഹു മഈസതൻ ദൻക, അവന് ഇടുങ്ങിയ കുടുസായ ജീവിതമാണ് അവന് വരാനിരിക്കുന്നത്. ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ അവൻ എന്തായിരിക്കും? ഇടുങ്ങിയതായിരിക്കും. വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്തിൽ അവനെ അന്ധനായിക്കൊണ്ട് നാം ഉയർത്തെഴുന്നേൽപ്പിക്കും. അവന് കണ്ണു കാണാൻ പറ്റാത്തവനായിട്ടാ പരലോകത്ത് വരിക. ആ സമയത്ത് അവൻ അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, എന്റെ റബ്ബേ, എന്നെ എന്റെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ, ദുനിയാവിൽ വെച്ച് ഞാൻ എല്ലാം കണ്ടിരുന്നവനാണല്ലോ, ഒരാൾ സഹായിക്കാനില്ലാത്ത ഈ ലോകത്ത് വന്നപ്പോ എന്നെ എന്തേ അന്ധനാക്കി മാറ്റിയത് എന്ന് അവൻ ചോദിക്കും. ഖാല കദാലിക് അതത്ക ആയാതുനാ വനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അപ്പൊ അല്ലാഹു പറയും, കദാലിക്, അങ്ങനെ തന്നെയാണ്, നിനക്ക് കാഴ്ചയുണ്ടായിരുന്നു, നീ കണ്ടിരുന്നു,
പക്ഷെ ഇവിടെ വന്നപ്പോൾ നിനക്ക് കാഴ്ചയില്ല, നിനക്ക് കാണാൻ പറ്റുന്നില്ല. അത് ശരി തന്നെയാണ്. എന്താ കാരണം? അത്തത്തിക്ക ആയാത്തുന, നിന്റെ അടുക്കൽ നമ്മുടെ ആയത്തുകൾ വന്നിരുന്നു. ആയത്ത് ഓതി തന്നുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പ്രബോധകന്മാരും പ്രഭാഷകന്മാരും അതുപോലെയുള്ള ഒരുപാട് ആളുകൾ നിന്റെ അടുക്കൽ വന്നിരുന്നു. ഖുർആൻ ഒന്ന് പഠിക്കണം, ഖുർആൻ ക്ലാസ്സിലേക്ക് നീ ഒന്ന് വരണം, ദർസ് നടക്കുന്നുണ്ട്, തജ്വീദ് ക്ലാസ് നടക്കുന്നുണ്ട്, അതിനുവേണ്ടി ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും നീ ഒന്ന് മാറ്റിവെക്കണം, മരണാനന്തര ജീവിതത്തിൽ നിനക്ക് അതിന് ഉന്നതമായ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പക്ഷേ നീ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. അതിനെ നീ അങ്ങ് മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് നിന്നെ ഞാനും എന്ത് ചെയ്യാണ്? മറക്കുകയാണ്. ആർക്കാ ഈ വിധി വരുന്നത്? ആർക്കാ ഈ അപകടം വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദർശത്തെക്കുറിച്ചും ദീനിനെ കുറിച്ചും ഖുർആൻ കൊണ്ട് സതുപദേശം നൽകപ്പെട്ടിട്ട് അതൊന്നും എനിക്കാവശ്യമില്ല, ഈ പോണ പോക്ക് തന്നെ അങ്ങ് പോയാൽ മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, പഠിക്കാനോ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കാതിരുന്നാൽ അവൻ ഇസ്ലാമിക മില്ലത്തിന് പുറത്തു പോവുക മാത്രമല്ല, നാളെ പരലോകത്ത് അന്ധനായി വന്ന നരകത്തിലേക്ക് അവൻ എന്ത് ചെയ്യും? വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ലോകാവസാനത്തിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങളും ഫിത്തനകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും, കുറയൂല. ഈ വർഷത്തെക്കാൾ കൂടുതൽ ഫിത്തനയായിരിക്കും അടുത്ത വർഷം, അതിനേക്കാൾ ഫിത്തന കൂടും അതിന്റെ അടുത്ത വർഷം. ആ ഫിത്തനയിൽപ്പെട്ട് തിരമാലയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു തോണിയെ പോലെ ആകാതിരിക്കാൻ എന്തു വേണം? ദീനീ വിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ആ വിജ്ഞാനം പ്രമാണബദ്ധമായി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കി അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രവർത്തന പദത്തിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു കിതാബു തൗഹീദ് ഏറ്റവും ലളിതമായൊരു ഗ്രന്ഥമാണെന്നാണ്. അറബി ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ലളിതമായൊരു ഗ്രന്ഥമാണിത്, കിതാബു തൗഹീദ്. എന്താ കാരണം? ഒരു വിഷയം, 2 ആയത്ത് 2 ഹദീസ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഉപദേശിച്ചു, വസിയത്ത് നൽകി, എന്ത് ചെയ്യണം? കിതാബു തൗഹീദ് ഓരോ മുസ്ലിം മനപ്പാടാക്കണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അത് എഴുതിയിട്ടുള്ളത് എങ്ങനെയാ? മനപ്പാടമാക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. പരിശോധിച്ച് നമ്മളൊന്ന് വായിച്ചു പോയാൽ അറിയാം നമുക്ക്. ഓരോ അധ്യായം 2 ആയത്ത്, അതിൽ 2 ഹദീസ്, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചില ഗുണപാഠങ്ങൾ. ആ അധ്യായോടെ അവസാനിച്ചു. അടുത്ത അധ്യായം ഓരോന്നിനും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. തൗഹീദ് എന്താണെന്നുള്ളത് വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? പഠിക്കണം. അതിന് വിശദീകരണങ്ങൾ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ വിശദീകരണങ്ങളിലേക്ക് കടന്നുപോയിട്ടില്ല എങ്കിലും ആ ആയത്തുകളെങ്കിലും മനപ്പാടാക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ദഅവത്ത് നിലനിൽക്കുന്നത് ഇപ്പോഴും മലയാളത്തിലാണ്, അല്ലേ? അള്ളാഹുൽ പങ്കു ചേർത്താൽ അവന് നരകമുണ്ട്, അവൻ നരകത്തിൽ പോവും, സ്വർഗം നിഷിദ്ധാണെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. എന്താ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുഴപ്പം? ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. ഹൃദയം വിശാലമാകണമെങ്കിൽ എന്തു വേണം? ഖുർആന്റെ ആയത്ത് കേൾക്കണം. ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോഴാണ് ഹൃദയം വിശാലാവുള്ളൂ. അവിടെയാണ് പിന്നെ എന്തുണ്ടാവും? ഒരു പേടിയും ഭയമൊക്കെ വന്ന് നിറഞ്ഞിട്ട് പിന്നെ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആയത്ത് ഓതിക്കൊടുക്കുക. ആരാണെങ്കിലും ആയത്ത് ഓതിക്കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. 2ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുക, വീണ്ടും അർത്ഥം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആയത്തോതി അർത്ഥം പറഞ്ഞു ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം ഒന്നെന്ത് ചെയ്യും? വിശാലമായി ചിന്തിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മാറണം, പഠിക്കണം. അല്ലേ? പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലും നിർബന്ധമായ ബാധ്യതയാണെന്ത്? അറിവന്വേഷിക്കുക എന്നുള്ളത്. ഈ ഹദീസൊക്കെ സാധാരണ നമ്മൾ ജൂൺ മാസത്തിലെ ഖുതുബ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെയ് മാസം അവസാനത്തെ ഖുതുബയിൽ നമ്മൾ കേൾക്കും. എന്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് എഞ്ചിനീയറിംഗ് പഠിക്കാനും MBBS പഠിക്കാനും MCOM പഠിക്കാനുള്ള തെളിവെന്താ? ഈ ഹദീസാണ്. അതിനുള്ള തെളിവാണ് ഈ ഹദീസ്. ഇല്ല, ശുദ്ധ അബദ്ധാണ് ആ വിശദീകരണം. പറയാൻ പാടില്ല. അവിടെ പഠിയുന്ന പറഞ്ഞ അറിവേതാ? ത്വലബു ഇൽമല്ല, ത്വലബു ഇൽമല്ല, ത്വലബു അൽ ഇൽമാണ്.
ആ അൽ ഇൽമ ഏതാ? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ സുന്നത്തും. അതാണ് അൽ ഇൽമ. അത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും നിർബന്ധമായ വിഷയങ്ങൾ അതറിയൽ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധ ഘടകം. ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോരുത്തരും പഠിക്കണം. നമസ്കാരം A to Z പഠിക്കണം. അപ്പൊ ഒരു മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യണം? അവൻ നേടിയിരിക്കണം. എന്നാൽ അഹ്കാമുൽ ഫറായിദ്, അനന്തരാവകാശത്ത് വിഭജിക്കുന്ന രീതി, അത് മഹലിൽ ആരെങ്കിലും ഒരാൾ പഠിച്ചാൽ മതി, എല്ലാരും പഠിക്കണ്ട. അപ്പൊ ഒരാളത് പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. അപ്പൊ അവന് ജോലിക്കും കൂലിക്കൊന്നും പോകാൻ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ മഹല്ലുകാർ അവന് ശമ്പളം നിശ്ചയിച്ച് അവനെ പഠിപ്പിക്കണം. അതാ വേണ്ടത്, അല്ലേ? നമ്മൾ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കും. ആർക്കാ? ഖുർആൻ സുന്നത്തും പഠിക്കുന്നവർക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ്. മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അത് പഠിക്കാനായി മാറിയിരുന്നാൽ അവന് ഉപജീവന മാർഗത്തിലുള്ള വകുപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം. കാരണം ആ അറിവ് അവൻ പഠിക്കണം. മഹലിലൊരു പ്രശ്നം വന്ന് അനന്തര സ്വത്ത് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ മഹലിൽ ഒരാള് അതറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് സുബഹി നമസ്കാരത്തിന് ശേഷം മാത്രമുള്ള ദിക്റാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ആ മൂന്ന് കാര്യത്തിന് ഒരു മുസ്ലിം അന്ന് ജീവിക്കുന്ന അർത്ഥം എന്താ? ഒന്നാമത്തെ ഇൽമൻ നാഫിഅ, ഉപകാരമുള്ള അറിവ്. ഏതാ ഉപകാരമുള്ള അറിവ്? ഖുർആനും സുന്നത്തും. പിന്നെ വറിസ്ഖൻ ത്വയ്യിബ, നല്ല ഉപജീവന മാർഗം. അന്യന്റെ ഒരു ഹക്കും എന്റെയിലേക്ക് വരാത്ത സംശുദ്ധമായത്. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങൾ. ഇത് മൂന്നും അള്ളാഹിനോട് ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു മുസ്ലിം അവന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞെന്താ? റബ്ബി സിദ്നി ഇൽമ, എനിക്ക് വിജ്ഞാനം അധികരിപ്പിക്കണമെന്ന് നബിയോട് പ്രാർത്ഥിക്കാം. ദുനിയാവിന്റെ ഒരു വിഷയം പ്രാർത്ഥിക്കാമെന്ന് ഇത് മാത്രമാണ്, അല്ലേ? അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഅനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമാ. ഉപകാരമുള്ളത് അല്ലാഹു എന്നെ നീ പഠിപ്പിക്കണം, എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് നീ ഉപകാരവും നൽകണം, എന്റെ അറിവ് നീ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു? കാവൽ തേടുന്നു. പത്രം 16 പേജ്, 1 മുതൽ 16 പേജിന്റെ അവസാനത്തെ അക്ഷരം വരെ ഒറ്റ ഇരിപ്പിലങ്ങ് വായിച്ചു തീർക്കും. ഇല്ലെങ്കിൽ അന്ന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും പറ്റില്ലാണ്. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇൽമൻ നാഫിയക്ക് വേണ്ടിയിട്ടോ അതെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു പണിയും ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ പോയിരുന്നിട്ട് കുറച്ചു നേരം എന്ത് ചെയ്യാൻ കേൾക്കാം. 1 മണിക്കൂർ ക്ലാസ്സിൽ 40 മിനിറ്റ് ഉറക്കവും 20 മിനിറ്റ് കേൾവി ഉണ്ടതൊക്കെ മാറി ദീനായി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക, അടുത്ത തലമുറയിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അറബി ഭാഷ അറിയാതിരിക്കുക എന്നുള്ളത് ഒരു ന്യൂനതയായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെ? ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. അലിഫബ അറിയാത്ത, അല്ലേ? അലിഫബ അറിയോന്ന് നമ്മളെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചു നോക്കിയേ, 3-4 അക്ഷരം അറിയാം, പിന്നെ അപ്പുറത്തേക്ക് അറിയില്ല. എന്താ ഇതിന്റെ അർത്ഥം? എന്താ? ഇതുവരെ അവന്റെ ജീവിതത്തിൽ അവന് ഖുർആൻ ഓതി തീർത്തിട്ടില്ല എന്നാ. ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ജനങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കണം. ക്ഷണിക്കണവന്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദീനി അറിവുകൾ വളരെ ഗൗരവമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല മാതൃകയുള്ള മുസ്ലിങ്ങളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വിശാലമായ അർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇപ്പൊ എല്ലാ ഫോണുകളും നമുക്കറിയാം, എല്ലാവിധ സൗകര്യമുള്ള ഫോണുകളാണ്. ആ ഫോണില് പറമ്പിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഏതൊരു വിഷയമാണോ കിട്ടേണ്ട ആ വിഷയം ടൈപ്പ് ചെയ്തിട്ട് .pdf നടിക്കുക. മനസ്സിലായോ? അറബി സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ അറബിയിൽ എന്ത് ചെയ്യുക? ഇപ്പൊ നവാഖിദുൽ ഇസ്ലാം എന്നാണ്, നവാഖിദുൽ ഇസ്ലാം നടിക്കുക. എന്നിട്ടൊരു ഡോട്ട് ഇട്ടിട്ട് PDF നടിക്കുക.
അപ്പൊ അതെന്ത് ചെയ്യും? വരും. ഉണ്ടായി ഡൗൺലോഡ് ചെയ്യാം. 1 സെക്കൻഡ് 2 സെക്കൻഡ് പണി കഴിയും. അങ്ങനെ ഒരുപാട് റിസാലകൾ 5-6 പേജുള്ള 10-20 പേജുള്ള ഒരുപാട് റിസാലകൾ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മള് പഠിക്കുക. നല്ല എളുപ്പമുള്ള ഭാഷ, നല്ല എളുപ്പത്തിലുള്ള ഭാഷ. അങ്ങനെ നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് അതെന്ത് ചെയ്യാം? പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഖുർആനും സുന്നത്തും പഠിച്ച് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.